നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിൽ നമുക്ക് രണ്ട് പക്ഷമില്ല. എങ്ങനെയാണ് ശ്രീലക്ഷ്മിനെ കാണുന്നത്? ഇതിപ്പോ ആ പെൺകുട്ടീനെ എല്ലാവരും ചേർന്ന് കല്ലെറിയുവാണ് ചെയ്യുന്നത്. അപ്പൊ സുൽത്താന ബീഗം ഒന്ന് പുറത്തു വരൂ. സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അപ്പൊ അവര് പറയും കേസ് എടുക്കാൻ പറ്റാതെ. ഇപ്പൊ എനിക്ക് തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശംഖുമുഖത്തുനിന്ന് എനിക്ക് രാത്രി എന്നെ കുറെ ആണുങ്ങൾ ചേർന്ന് ആക്രമിച്ചിട്ട്, അപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ കേസ് എടുക്കാൻ പറ്റില്ല, നീ എന്തിനാ അവിടെ പോയിരുന്നേ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പം ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് നീതി കിട്ടുന്നില്ല. സൂക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ പഴയ അച്ചാമ്മ ചാക്കോയുടെ ഫോട്ടോയും സ്റ്റേറ്റ്മെന്റ്സും. എന്താ അത് കാണണോ? അപരാധമാണ് മൈരുകളെ കാണിച്ചു വെച്ചേക്കുന്നത്. മനുഷ്യന് നമുക്കിടയിലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ദീപകിന്റെ ടച്ച് ബാഡ് ആയിട്ടാണ് തോന്നിയത്. കൂത്തിച്ചിമോളെ നിന്റെ വ്യഭിചാര കഥകൾ ബദ്ദാപൂർ സ്പേസ് സെന്ററിൽ ആർക്കൊക്കെ കടന്നു കൊടുത്തിട്ടുണ്ട് നീ? അല്ലാത്ത ഒരു മധ്യമാർഗം നമുക്ക് എടുത്തൂടെ? അവിടെയാണ് നമ്മൾ പറയുന്നത്. ഇവക്കിന്റെ മരണം ആ തീവ്ര ഫെമിനിസ്റ്റിന്റെ റിസൾട്ടാണ്. ഇതിനെയൊക്കെ പെണ്ണ് എന്ന് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. മുഴുവൻ സ്ത്രീകൾക്കും അപമാനമാണ് ഇതുപോലത്തെ കടിമൂത്ത സാധനങ്ങൾ. അവൾ